അപ്പോൾ യുദ്ധവാർത്തകളിൽ നിന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചു ജില്ലയായ ആലപ്പുഴയിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്തയുണ്ടായിട്ടുള്ള സ്ഥലമാണ്. പാർട്ടിയെ വെല്ലുവിളിച്ച് സുധാകരൻ പുറത്തേക്കിറങ്ങുകയാണ്. ഒരു അനുനയ ശ്രമങ്ങൾക്കും ജി സുധാകരൻ വഴങ്ങിയില്ല. 6 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ച് ജി സുധാകരൻ സ്വതന്ത്രനായിരിക്കുന്ന ദിവസമാണ്. വെറുതെ ഇറങ്ങിയതല്ല, പറയാനുള്ളതൊക്കെ പറഞ്ഞ് വിശദമായി 1.5 മണിക്കൂറിലധികം നീണ്ട വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാരവും ജി സുധാകരൻ ഇറക്കി വെച്ചിരിക്കുന്നത്. നിർണായക തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ വൻ വെല്ലുവിളിയാണ് CPM-ന് സുധാകരന്റെ ഈ നീക്കം. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ജി സുധാകരന്റെ പ്രഖ്യാപനം 140 മണ്ഡലങ്ങളിലും ചർച്ചയാകും. പാർട്ടിയെ വിട്ടുപറയാതെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഇനി എന്തെങ്കിലും സാധ്യതകൾ മുന്നിലുണ്ടോ? കോൺഗ്രസ് പിന്തുണ തേടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ അവശേഷിക്കുകയാണ്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ്, കൃത്യം 11 മണിക്ക് തുടങ്ങി ആ വാർത്താ സമ്മേളനം, അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിർണായക പ്രഖ്യാപനം ജി സുധാകരൻ നടത്തുന്നത്. ഒരു പാർട്ടിയുമായും മുന്നണിയുമായും ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കും. കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരമെന്ന വാർത്ത നിഷേധിച്ചെങ്കിലും ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി ചേർന്നല്ലേ CPM മത്സരിക്കുന്നതെന്ന ഒരു മറുചോദ്യം സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്കെതിരല്ല തന്റെ മത്സരമെന്ന് അവകാശപ്പെട്ട സുധാകരൻ ഇതുവരെ മത്സരിച്ച ആശയമുയർത്തിയാകും തുടർന്നും മത്സരിക്കുക എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗം ആളുകളുമായും തനിക്ക് സഹകരണമുണ്ട്, അവരുടെയൊക്കെ പിന്തുണ പ്രതീക്ഷിക്കുന്നു താൻ. വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ല. എല്ലാത്തരം അഴിമതിക്കെതിരെയും എല്ലാ പാർട്ടിയിലെയും പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കും എതിരെയാണ് പോരാട്ടം എന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചു. ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ വാർത്താ സമ്മേളനമാണ് ഇന്ന് ആലപ്പുഴയിൽ നടന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. 36 വർഷം പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. പാർട്ടിയെ ആക്ഷേപിക്കാനില്ല. 12 പാർട്ടി കോൺഗ്രസുകളിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി ആശയങ്ങളും ആദർശങ്ങളും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നു. പാർട്ടി ജീവിതം നയിക്കുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്തു. തന്റെ അച്ഛന് വരെ ചില പാർട്ടി അംഗങ്ങൾ പറഞ്ഞു. മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പാർട്ടി പ്രവർത്തനം താൻ നടത്തിയത്. സജി ചെറിയാനെതിരെയും ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചു. ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊന്നും താൻ പറയില്ല. യഥാർത്ഥ പാർട്ടി രീതി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥാനത്ത് എത്ര കാലം ഇരുന്നു എന്നതല്ല, എന്ത് ചെയ്തു എന്നതാണ് നോക്കേണ്ടതെന്നും ജി സുധാകരൻ പറയും. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യയെ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, എനിക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നു. എന്നെ നടത്തുന്നു. എൻ്റെ അച്ഛനും വരെ വിളിക്കണം, ഐശ്വര്യ പറഞ്ഞു. അടുത്ത കാലത്ത് എൻ്റെ പേര് വരെ സുധാകുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേര് സുധാകുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിനെ എതിർക്കുന്നില്ല. ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ? നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റിയോട്. ക്ഷേത്രത്തൊന്നും കയറ്റാൻ പറ്റിയ ആളല്ല, അയാളുടെ ഭക്ഷണ രീതി അത് പറ്റിയതല്ല. ഞാൻ പറയുന്നത് ഇതെവിടെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാലൊന്നുമില്ല. പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണ് എന്റെ അച്ഛനെ വിളിച്ചത്. തന്നെ പലരും വ്യക്തിഹത്യ നടത്തി, പക്ഷെ താൻ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു മുന്നണിയുടെയും ഭാഗമാകില്ല എന്നും ജി സുധാകരൻ പറയുന്നു. തന്നെ വ്യക്തിഹത്യ ചെയ്തു, സുധാകുരൻ എന്ന് പോലും വിളിക്കുന്ന സാഹചര്യമുണ്ടായി. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ
കൊണ്ടു നടക്കുന്നു എന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. തൻ്റെ അച്ഛനെ വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ പാർട്ടി ജീവിതം നയിക്കുന്ന ആളെ വ്യക്തിഹത്യ നടത്തുന്നത് എന്തിനാണ്? രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധം. വലിയ പോരായ്മ പാർട്ടി നേതൃത്വത്തിനുണ്ടായി എന്ന് ജി സുധാകരൻ പറയുകയാണ്. നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്നു, അപ്പോൾ പോലും അതിൽ എവിടെയൊക്കെയോ ചില മിതത്വം പാലിക്കുന്നു. പാർട്ടിക്കെതിരല്ല താൻ എന്ന് അദ്ദേഹം പറയുകയാണ്. വാർത്താസമ്മേളനത്തിൽ തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ജി സുധാകരൻ ശ്രമിച്ചിട്ടുണ്ട്. എളമരം കരീമിന് നേർക്കും സുധാകരൻ വിമർശനം ഉന്നയിച്ചു. രാജ്യസഭയുടെ പടിയിറങ്ങിയപ്പോൾ തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ചു. കരീമിക്ക എന്ന് കോഴിക്കോട് പോസ്റ്റർ പതിച്ചു. സെക്യുലർ മുസ്ലിം എന്ന് വരുത്താൻ ശ്രമിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലും തനിക്കായിരുന്നു ഭൂരിപക്ഷമെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. സഹോദരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ജി സുധാകരൻ പരാമർശിച്ചു. ഭുവനേശ്വരനെ അറിയാത്തവർ തന്നെ വിമർശിക്കാൻ വരുന്നുണ്ട്. വീട്ടിലെ ആഞ്ഞിലി മരം വെട്ടിവിറ്റ കാശുകൊണ്ടാണ് കേസ് നടത്തിയതെന്നും സുധാകരൻ പറഞ്ഞു. അങ്ങനെ തൻ്റെ പാർട്ടി ബന്ധത്തിൻ്റെ 60 കൊല്ലം അതിൽ ചെയ്തതും പറഞ്ഞതും തനിക്ക് ഉണ്ടായ മോശം അനുഭവങ്ങളും എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജെ സുധാകരന്റെ വാർത്താ സമ്മേളനം. CPM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെതിരെ മറ്റ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതാക്കൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. MA ബേബി ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അത് ജി സുധാകരൻ തന്നെ ഇന്ന് സ്ഥിരീകരിച്ചതാണ്. ഈ വിഷയത്തിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം, സുധാകരന്റെ നിലപാട് ദൗർഭാഗ്യകരം എന്നതായിരുന്നു. പാർട്ടി ഒരിക്കലും അദ്ദേഹത്തെ അധിക്ഷേപിക്കില്ല, പാർട്ടിയുടെ സ്വത്താണ് അദ്ദേഹം എന്നതാണ് MA ബേബി പറഞ്ഞത്. അപ്പോൾ MA ബേബിയുടെ പ്രതികരണം കാണാം. ജി സുധാകരനെ പോലെ ദീർഘകാലം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബോധിച്ചു പോന്നിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. എന്തായാലും പാർട്ടിയുടെ മീറ്റിംഗ് യോഗം ചെയ്തിട്ടുണ്ട് നാളെ. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ അപ്പോ ദൗർഭാഗ്യകരം ആണ് സാഹചര്യം എന്നത് ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നു. അപ്പോഴും ചില മിതത്വം അദ്ദേഹം വാക്കുകളിൽ പുലർത്തുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയിലെ നേതാക്കളിലേക്ക് വരുമ്പോൾ കാര്യം അതല്ല. CPM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനെതിരെ CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നു. അമ്പലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായതിൽ മാറ്റമില്ലെന്നും സുധാകരന്റെ നിലപാടിനൊപ്പം പോകുന്ന ഒരാൾ പോലും അമ്പലപ്പുഴയിലെ പാർട്ടിയിലില്ല എന്നുമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ സിറ്റിംഗ് MLA H സലാം തന്നെ CPM സ്ഥാനാർത്ഥിയാകും എന്ന സൂചനയാണ് നാസർ നൽകിയിരിക്കുന്നത്. രോഗം എന്താണെന്ന് പാർട്ടി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും സുധാകരൻ അതിനുള്ള വഴി വെട്ടുന്നതാണ് പിന്നീട് കണ്ടതെന്നുമാണ് R നാസർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു. സുധാകരൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും എന്നാൽ അദ്ദേഹം മത്സരിക്കുന്നത് കൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് സജി ചെറിയാൻ പരിഹസിച്ചത്. പാർട്ടിയെ തള്ളിപ്പറയേണ്ട തരത്തിൽ ഒരു ദ്രോഹവും CPM ജി സുധാകരനോട് ചെയ്തിട്ടില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. അപ്പോൾ പ്രതികരണം കാണാം. ഒരിക്കലും ഇങ്ങനൊരു അവയവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംവിമർശനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൽ പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പാർട്ടിക്കെതിരായി വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ജി സുധാകരൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ് അമ്പലപ്പുഴ MLA H സലാം പറഞ്ഞത്. അതുതന്നെയാകും തിരിച്ചു പ്രയോഗിക്കുക. പുറത്തു വന്നത് രാഷ്ട്രീയ നാടകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. സുധാകരൻ നേതൃത്വത്തെ തള്ളിപ്പറയാത്തത് തന്ത്രശാലി ആയതുകൊണ്ടാണ് എന്നും H സലാം പറഞ്ഞു.
ഇപ്പോൾ അരങ്ങേറുന്ന നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2 രംഗം കൂടി വരാനുണ്ട്. ഒന്ന് UDFൻ്റെതാണ്, പിന്നെ ഒന്ന് BJPയുടേതാണ്. ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടൊരു കാര്യമല്ല, വളരെയേറെ ആലോചിച്ച് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകൾ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G. സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. G. സുധാകരനെ വിമർശിച്ച MM മണിയും രംഗത്ത് വന്നു. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ ആണ്, സുധാകരൻ മത്സരിച്ചാൽ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് MM മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം സുധാകരനെതിരെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. പോസ്റ്റർ പതിച്ച ഏരിയ സെക്രട്ടറിയുടെ നടപടി തെറ്റെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ പ്രതികരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്ററുകൾ വരുന്നു. ഈ യുദ്ധം, വാക്യുദ്ധം അത് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ ഈ പ്രതികരണങ്ങളിൽ നിന്നും പിന്നീട് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് കോൺഗ്രസ്. അമ്പലപ്പുഴയിൽ G. സുധാകരന് പിന്തുണ നൽകാൻ UDF തീരുമാനിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. G. സുധാകരൻ CPMൽ നിന്ന് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്വതന്ത്രനായി മത്സരിക്കുന്ന G. സുധാകരൻ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നതാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ UDF ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. G. സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ പാർട്ടി കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കേരളത്തിലെ CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണെന്നും ബംഗാളിനേക്കാൾ മോശം അവസ്ഥയിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. വിസ്മയമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പലരും ചിരിച്ചല്ലോ, ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും എന്നതാണ് VD സതീശൻ പറഞ്ഞത്. ഇതിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം, നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലെയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPMുമായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം S. രാജേന്ദ്രൻ, ആയിഷ പോറ്റി, CC മുകുന്ദൻ എന്നീ മുൻ MLA-മാരാണ് ഇടതുപക്ഷം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പിന്നാലെയാണ് G. സുധാകരനെ പോലെ ഒരു അതികായൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് സ്വതന്ത്രനാകുന്നത്. ഇത് ആലപ്പുഴയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 140 മണ്ഡലത്തിലും ഈ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നോക്കൂ, പാർട്ടിയെ തള്ളിപ്പറയാതെ ഇനിയും അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള സാഹചര്യം ബാക്കി വെച്ചിട്ടുണ്ട് G. സുധാകരൻ. അത് ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുകയാണ് CPM ചെയ്യേണ്ടത്. അറുത്തുമുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ അതല്ല സൂചിപ്പിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാനും പരിഹരിക്കാനും CPMന് കഴിയുമോ എന്നിടത്താണ് അവരുടെ വിജയമിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അതിനുള്ള മാർഗം ബാക്കി വെച്ചിട്ട് തന്നെയാണ് G. സുധാകരൻ ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.